ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ വരരുചി വിക്രമാദിത്യ സദസ്സിൽ. ഈ ഭാഗം എടുത്തിരിക്കുന്നത് പറയിപെറ്റ പന്തീരുകുലം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ്. കടപ്പാട് വീണ ബുക്ക് ഹൗസ്, പേട്ട, തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് കേൾക്കാം വരരുചി വിക്രമാദിത്യ സദസ്സിൽ. കഥയിൽ ചോദ്യമില്ല. പഴയ രാജവാഴ്ചക്കാലം. കൊട്ടാരത്തിൽ സദസ്സുകളുണ്ടാവും. വിദ്വാൻമാർ, കലാകാരന്മാർ, മന്ത്രവാദികൾ, തന്ത്രികർ, രാജനീതിജ്ഞന്മാർ, നർമ്മ പടുക്കൾ എന്നിങ്ങനെ പല വിധത്തിലുള്ള പ്രാമാണികന്മാരും ആ സഭകളിൽ ഉണ്ടായിരിക്കും. അതിൽ ഒരംഗമാകുക വളരെ പ്രയാസമാണ്. താൻ പാണ്ഡിത്യം നേടിയിട്ടുള്ള ശാസ്ത്രത്തിൽ അത്യന്തം നിപുണനായിരിക്കണം. പിന്നെയോ അംഗമായാലും ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഉത്തരം പറയാൻ കഴിവുണ്ടാകണം. സംശയങ്ങൾ പരിഹരിക്കണം. രാജാവിനെ പ്രീതിപ്പെടുത്തണം. മത്സരബുദ്ധികളും കലഹപ്രിയരും ഉണ്ടാകും. അവരെ കീഴ്പ്പെടുത്തണം, അല്ലെങ്കിൽ വശീകരിക്കണം. വാളിൻ്റെ മൂർച്ചയുള്ള ഭാഗം നക്കുന്നതിന് തുല്യമാണ് രാജസേവ എന്ന വാക്യം വളരെ സാർത്ഥകമാണ്. അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉറവിടമായ വിക്രമാദിത്യ സദസ്സിൽ കേവലം ഒരു ബ്രാഹ്മണ കുമാരന് തന്നെ കൂടി അംഗമാക്കണമെന്ന് അപേക്ഷിക്കാനുള്ള ധൈര്യം എങ്ങനെയുണ്ടായി? സർവ്വവിധ സൈനിക സജ്ജീകരണങ്ങളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട മഹാസദസ്സിൽ കടന്നു ചെല്ലാൻ ആരനുവാദം കൊടുത്തു? ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങളുടെ പരമ്പരയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വിക്രമാദിത്യനും വരരുചിയും സഹപാഠികളായിരുന്നു. ധനം കൊണ്ടും മഹത്വം കൊണ്ടും പ്രബലനായ മഹാരാജാവിൻ്റെ പ്രിയപുത്രനായ യുവരാജാവ് വിക്രമാദിത്യനും പിതാവിനെ പോലെയായിരുന്നു. മേധാശക്തിയും കർമ്മപാടവവും തികഞ്ഞ വ്യക്തിയായിരുന്നു വരരുചി. സമാന പ്രഭാവരുടെ കൂട്ടുകെട്ടിൽ രാജാവ് സന്തുഷ്ടനായിരുന്നു. തൻ്റെ പുത്രനായ വിക്രമാദിത്യൻ്റെ സതീർത്ഥ്യൻ മിടുക്കനാണെന്ന് മനസ്സിലാക്കാൻ രാജാവിന് അധികം നാൾ വേണ്ടിവന്നില്ല. ഏകശ്രുതിധരനായ ആ ബാലന് അറിയാൻ പാടില്ലാത്തതായ ഒരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല. ആ കുമാരൻ്റെ അപാരമായ പാണ്ഡിത്യത്തിൽ രാജാവ് പലപ്പോഴും വിസ്മയിച്ചിരുന്നു. ഏത് കാര്യവും നടപ്പിലാക്കുന്നതിന് മുൻപ് രാജാവ് കുമാരനുമായി ചർച്ച ചെയ്തു പോന്നു. അങ്ങനെ വർഷങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. ഏറെ നാൾ കഴിയും മുമ്പേ വിധി വൈപരീത്യം മഹാരാജാവിനെ വരരുചിയിൽ നിന്നകറ്റി. മഹാരാജാവ് നാട് നീങ്ങിയ വാർത്ത കേട്ട് വരരുചി പൊട്ടിക്കരഞ്ഞു. ആ മന്നൻ്റെ അന്ത്യം വരരുചി എന്ന ബാലനെ തീരാ ദുഃഖത്തിലാഴ്ത്തി. താൻ കൊട്ടാരത്തിൽ വന്നു ചേരാൻ ഇടയായ സാഹചര്യം കുമാരൻ ഓർത്തു. സ്വന്തം മകനെ പോലെ തന്നെ സ്നേഹിച്ച ആ മഹാന്റെ അഭാവം വരരുചിയെ അക്ഷരാർത്ഥത്തിൽ ദുഃഖിപ്പിച്ചു. അത് വരരുചിയിൽ പല മാറ്റങ്ങൾക്കും കാരണമായി. പിതൃതുല്യനായ രാജാവ് സദസ്സിൽ വരരുചിക്ക് വിരസത തോന്നി. ക്രമേണ വരരുചി കൊട്ടാരത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. ഒരിക്കലും സുപ്രഭാതത്തിലാൽ ബാലൻ ആരുമറിയാതെ കൊട്ടാരം വിട്ടിറങ്ങി. പിതാവിൻ്റെ കാലശേഷം പുത്രനായ വിക്രമാദിത്യൻ യുവരാജാവെ അധികാരമേറ്റു. അദ്ദേഹം സർവ്വവിധ സമ്പൽ സമൃദ്ധിയോടും രാജ്യം ഭരിച്ചു വന്നു. നാളുകൾ ഏറെ കടന്നുപോയി. നാടായ നാടെല്ലാം ചുറ്റിക്കറങ്ങിയ വരരുചി ഒടുവിൽ ഇരുത്തം വന്ന ഒരു യുവാവിനെ പോലെ പഴയ സ്ഥലത്ത് തന്നെ വന്നെത്തി. വിക്രമാദിത്യനെക്കുറിച്ച് കേൾക്കാനിടയായ വരരുചി വീണ്ടും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വരരുചിയുടെ വിക്രമാദിത്യ സദസ്സിലേക്കുള്ള രംഗപ്രവേശം വളരെ നാടകീയമായിരുന്നു. പതിവ് പോലെ ഉജ്ജയിനിയിലെ പ്രസിദ്ധനായ വിക്രമാദിത്യൻ്റെ രാജസദസ് മന്ത്രി വൃന്ദങ്ങളെ കൊണ്ടും പണ്ഡിത മുഖ്യരെ കൊണ്ടും വാഗ്മികളെ കൊണ്ടും നിറഞ്ഞു. ആ സദസ്സിൽ വിക്രമാദിത്യ രാജാവ് എന്തോ രാജകാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോഴതാ തന്നോളം പ്രായമുള്ളൊരു ബാലൻ കടന്നു വരുന്നു. മീശ മുളയ്ക്കാൻ പ്രായമാകാത്ത അവന് ഉദ്ദേശം 15 വയസ്സ് പ്രായം തോന്നിച്ചിരുന്നു. അവൻ ആ സദസ്സിന് മുമ്പിലെത്തി അത്ഭുതം കൂറുന്ന മിഴികളോടെ സൂക്ഷിച്ചു നോക്കി. വരരുചി രാജാവ് പരിചയമില്ലാത്തതുപോലെ ഭാവിച്ചു. പ്രായത്തിൽ കൂടുതൽ വളർച്ചു തോന്നിക്കുന്ന രൂപം, നല്ല ഉയരം, കറുത്ത കുടുമ, വെളുത്ത നിറം, വിരിഞ്ഞ മാറിടത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ചിഹ്നമായി പതിഞ്ഞിടക്കുന്ന ഒരു പൂണൂൽ, നെറ്റിൽ ഭസ്മക്കുറി, ഗാംഭീര്യം നിഴലിക്കുന്ന മുഖം, ആരെയും കൂസാത്ത ഭാവം. രാജാവ് അവനെ അടിമുടി വീക്ഷിച്ചു. ആ കോമള ബ്രാഹ്മണകുമാരനിൽ അനവധി ദിവ്യ ഗുണങ്ങളുള്ളതായി ക്രാന്തദർശിയായ രാജാവ് കണ്ടു. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നേരിയ ഒരു മന്ദഹാസം വിടർന്നു. വരരുചി എത്ര വളർന്നിരിക്കുന്നു! എന്തായിരിക്കാം ഈ വരവിൻ്റെ ഉദ്ദേശം? പരീക്ഷണാർത്ഥം ഇന്ദ്രൻ നിയോഗിച്ചതാണോ? അതോ ബ്രഹ്മകൽപ്പിതമോ? മഹാവിഷ്ണുവിൻ്റെ അംശമോ? ശിവൻ്റെ പാർഷദനോ? ഇവൻ ആരായിരിക്കാം? ഏത് ഭാവത്തിലാണ് എത്തിയിരിക്കുന്നത്? രാജാവ് ഇങ്ങനെ പലതും ചിന്തിച്ചു പോയി. ബ്രാഹ്മണകുമാരൻ ഇരിക്കാൻ പീഠം നൽകി സൽക്കരിച്ചു. വിപ്രനെ ആദരിക്കേണ്ട ക്ഷത്രിയ ധർമ്മമാണല്ലോ. അത് ആ മന്നൻ പാലിക്കുക തന്നെ ചെയ്തു. രാജാവിൻ്റെ ആജ്ഞ കേൾക്കേണ്ട താമസം ബ്രാഹ്മണ ബാലൻ തിരുമനസ്സിനെ അടിമുടി താണു തൊഴുതു പീഠത്തിൽ ആസനസ്ഥനായി. സിംഹാസനരൂഢനായ രാജാവ് തൻ്റെ പൂർവ്വകാല സഖാവിനെ കണ്ടിട്ട് മുൻപരിചയം മറച്ചു പിടിച്ചുകൊണ്ട് പുതുതായി സദസ്സിൽ വന്ന ബ്രാഹ്മണകുമാരനോട് എന്ന പോലെ
ഗർവോടെ ചോദ്യങ്ങൾ ആരാഞ്ഞു. കുമാരൻ്റെ പേര് വരരുചി, അച്ഛൻ ഗോവിന്ദസ്വാമി. ആഗമനോദ്ദേശം എന്താണ്? ഞാൻ അങ്ങയുടെ പണ്ഡിത സദസ്സിലെ ഒരു അംഗമാകാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ നിർഭയമായ പെരുമാറ്റവും ആജ്ഞ പോലെയുള്ള ഉറച്ച ശബ്ദവും രാജാവിനെ ഹഠാത് ആകർഷിച്ചു. വിക്രമാദിത്യൻ ചോദിച്ചു, ഒരു പണ്ഡിതനാകാനുള്ള യോഗ്യത വരരുചിക്കുണ്ടോ? ഉണ്ട്, വരരുചി തറപ്പിച്ച് പറഞ്ഞു. പണ്ഡിതനായിരിക്കേണ്ട ഏത് യോഗ്യതയാണ് വരരുചിക്കുള്ളത്? വീണ്ടും രാജാവ് ചോദിച്ചു. ഇത് പരീക്ഷിച്ചറിയേണ്ടതല്ലേ? ഇങ്ങനെ തിരുമനസിനോട് പറയേണ്ടി വന്നതിൽ അടിയന് ദുഃഖമുണ്ട്. ശരി, എന്നാൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുകയാണ്. അതിനെല്ലാം ശരിയായ ഉത്തരം തരണം. രാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാമെന്ന് വരരുചി സമ്മതിച്ചു. വിക്രമാദിത്യൻ ഒന്നാമത്തെ ചോദ്യം തൊടുത്തുവിട്ടു. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വ സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇതിൽ സർവധർമാൻ പരിത്യജ്യ എന്ന ഭാഗമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വരരുചിയുടെ മറുപടി കേട്ട് രാജാവ് എന്നല്ല സദസാകമാനം അതിശയിച്ചു. എങ്കിലും വിക്രമാദിത്യൻ ചോദിച്ചു, ഇത് ശരിയായ ഉത്തരമാണോ കുമാര? വരരുചിക്ക് ശരിയായി തോന്നിയ ഉത്തരം പറഞ്ഞു എന്നു മാത്രം. അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ? അത് മറ്റു പണ്ഡിതന്മാർ കൂടി സമ്മതിക്കണ്ടേ? സൂര്യൻ പടിഞ്ഞാറ് ദിക്കിൽ ഉദിക്കാറില്ല തിരുമനസേ, അതിന് മറിച്ചൊരഭിപ്രായമുണ്ടോ? വരരുചിയുടെ കുറിക്കുകൊള്ളുന്ന ഉത്തരം രാജാവിന് രസം പകർന്നു. അദ്ദേഹം ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, സർവധർമാൻ പരിത്യജ്യ എന്ന വരിയാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാന ഭാഗമെന്ന് വരരുചി പറഞ്ഞല്ലോ. അതിനുള്ള കാരണം കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഉവ്വ് തിരുമേനി. ശരി, എന്നാൽ കേൾക്കട്ടെ. എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കുക എന്നാണ് സർവധർമാൻ പരിത്യജ്യ എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം. അത് ശരിയല്ല. ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ ലോകത്തിൻ്റെ സ്ഥിതി എന്താകും? അതും വെറും വിഡ്ഢിത്തമല്ലേ? അല്ല തിരുമേനി, ഭഗവാൻ കൃഷ്ണൻ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് സകലതും തന്നിൽ അർപ്പിക്കാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ലോകം നശിക്കുന്നത് എങ്ങനെ? ആ ചോദ്യം കേട്ട് വിക്രമാദിത്യൻ അത്ഭുതപ്പെട്ടു. കേവലം ബ്രാഹ്മണകുമാരനല്ല വരരുചി എന്ന് മനസ്സിലാക്കിയ രാജാവ് വിവേകിയായ വരരുചിയോട് വിജ്ഞാനപ്രദമായ ചോദ്യങ്ങൾ ചോദിച്ചു. വരരുചി, ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട ധർമ്മം എന്താണ്? അങ്ങ് അടിയനെ അവിടുത്തെ പണ്ഡിത സദസ്സിലെ ഒരംഗമാക്കുകയാണ് വേണ്ടത്. വാചാലമായ ആ ഉത്തരം കേട്ട് വിക്രമാദിത്യൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു കുമാരൻ്റെ 2 തോളിലും കൈവച്ച് അഭിനന്ദിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ചോദിച്ചു, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് വരരുചിക്ക് പറയാമോ? ഉവ്, അങ്ങ് ഈ ഭാരത സാമ്രാജ്യം മുഴുവൻ അടക്കിപ്പിടിച്ച ചക്രവർത്തിയായി വാഴാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അതേപടി വെളിപ്പെടുത്തിയ വരരുചിയെ അദ്ദേഹം അഭിനന്ദിച്ചു. രാജാവ് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. വരരുചിയുടെ ഉത്തരങ്ങൾ ആ പണ്ഡിതസാകെ ചലനം സൃഷ്ടിച്ചു. വീരശൂര പരാക്രമികളായ പണ്ഡിത വൃന്ദം വരരുചിയുടെ അത്ഭുത വാചാല പ്രകടനങ്ങൾ കണ്ട് സ്തബ്ധരായി. മുഖം ദീപ്ത പങ്കജമാകുന്നത് കണ്ട മന്ത്രിയായ ഭട്ടി തലകുലുക്കി സന്തോഷിച്ചു. ഇതിനിടയിൽ രാജൻ തൻ്റെ കഴുത്തിൽ നിന്ന് ഒരു രത്നമാല ഊരിയെടുത്ത് വരരുചിയുടെ കഴുത്തിലണിയിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, പ്രിയപ്പെട്ട വരരുചി, അങ്ങയെ നാം ഇന്നു മുതൽ ഈ പണ്ഡിത സദസ്സിലെ അംഗമാക്കിയിരിക്കുന്നു. ഹർഷപുളകിതനായ വരരുചി വിനയാന്വിത ശിരസ്കനായി രാജാവിൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. നൂതനാശയങ്ങളും അപാരമായ ബുദ്ധിസാമർഥ്യവും ആ യുവചേതനയിൽ പ്രകടമായി കണ്ടതോടെ വിക്രമാദിത്യ രാജാവിൻ്റെ സർവസ്നേഹപാത്രമായി വരരുചി മാറി. കേവലം ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല വരരുചി എന്ന് കാലം തെളിയിച്ചു. ജ്യോതിഷം, തർക്കശാസ്ത്രം തുടങ്ങി സർവകലകളിലുമുള്ള പരിജ്ഞാനം തനിക്കുണ്ടെന്ന് വരരുചി രാജാവിനെ ബോധ്യപ്പെടുത്തി. മറ്റ് പണ്ഡിതന്മാർക്കില്ലാത്ത വ്യാഖ്യാന പാടവം സദസ്യരെ പോലും വശീകരിച്ച് ചുരുക്കത്തിൽ വരരുചിയെ വെല്ലാൻ ആ സദസ്സിൽ ഒരു പണ്ഡിതനും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതിനാൽ രാജാവിന് വരരുചിയോടുള്ള സ്നേഹവും മതിപ്പും ദിനം പ്രതി വർദ്ധിച്ചു വന്നു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ രാജാവിൽ നിന്ന് ഒട്ടേറെ സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും വരരുചിക്ക് ലഭിച്ചു. അത് മറ്റു പണ്ഡിതന്മാരിൽ വെറുപ്പും അസൂയയും ഉളവാക്കി. പക്ഷേ വരരുചി അതൊന്നും വകവെച്ചില്ല. അദ്ദേഹത്തിന് അർഹിക്കുന്ന വിധത്തിലുള്ള അംഗീകാരം പ്രോത്സാഹനവും രാജാവിൽ നിന്ന് ലഭിച്ചുകൊണ്ട് തന്നെയിരുന്നു. ആരെയും കൂസാത്ത വരരുചിയുടെ ഭാവം ശത്രുക്കളെ ഈർഷ്യ ഉളവാക്കി. അവർ ആ പണ്ഡിതനെ എങ്ങനെയെങ്കിലും കെണിയിലാക്കാനുള്ള തന്ത്രങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നു. ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് പണ്ഡിത സദസ് വിളിച്ചുകൂട്ടി. സദസ്സിൽ വരരുചിയുടെ സ്ഥാനം ഒഴിഞ്ഞുകിടന്നു. മഹാരാജാവ് വരരുചിയെ തിരക്കി. മറ്റു പണ്ഡിതന്മാർ വരരുചി എത്താൻ വൈകുന്നതിനുള്ള കാരണം രാജാവിന് ബോധിപ്പിച്ചതുമില്ല. രാജാവ് വരരുചിയെ കാത്തിരുന്നു. വരരുചിയുടെ അഭാവം ആ മനസ്സിനെ വല്ലാതെ അലട്ടി.
ആ യുവ പണ്ഡിതർ യഥാസമയം വന്നു ചേരാത്തതിൽ മഹാരാജാവ് തികച്ചും അസ്വസ്ഥനായിരുന്നു. എന്തായിരിക്കും വരരുചി എത്താൻ വൈകുന്നതിന് കാരണം? രാജാവ് ആലോചിച്ചു. സഭ കൂടാൻ വൈകുന്നതിനുള്ള കാരണം പണ്ഡിതന്മാർ വീണ്ടും തിരക്കി. വരരുചി വന്നോട്ടെ. രാജാവിൻ്റെ മറുപടി വ്യക്തമായിരുന്നു. തെല്ലുനേരം കഴിഞ്ഞപ്പോൾ അങ്ങകലെ നിന്നും ഒരു ഇരച്ചിൽ ശബ്ദം രാജാവ് കേട്ടു. കുടുമ കെട്ടിയ ബ്രാഹ്മണന്റെ കുടുകുടയുള്ള ഓട്ടം രാജാവ് ശ്രദ്ധിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ വിയർപ്പിൽ കുളിച്ച് വിവശനായ വരരുചി പണ്ഡിത സദസ്സിൽ ഓടിയെത്തി രാജാവിനെ തൊഴുത്, അടിയനെത്താൻ വൈകി തിരുമനസ്സെ ക്ഷമിച്ചാലും. സ്വാതന്ത്രചിത്തനായ രാജാവ് വരരുചി വരാൻ വൈകിയ കാരണം ആരാഞ്ഞു. അച്ഛൻ്റെ ശ്രാദ്ധം ഒഴിവാക്കാനായില്ല, ക്ഷമിക്കണം തിരുമേനി. ആ ക്ഷമാപണം കേട്ട് രാജാവിന് വരരുചിയെ കുറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല. കൃത്യവിലോപം വരുത്തുന്ന പണ്ഡിതന്മാരെ ശിക്ഷിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു വിക്രമാദിത്യ രാജാവ്. പദവി വിപരീതമായ വരരുചിക്ക് മാപ്പ് നൽകി. രാജാവ് മാപ്പ് നൽകുകയോ? പണ്ഡിതന്മാർക്കൊക്കെ ആശ്ചര്യമായി. നിമിഷങ്ങൾക്കകം രാജാവ് സഭാ നടപടികൾ ആരംഭിക്കാൻ ഉത്തരവ് നൽകി. വിക്രമാദിത്യ രാജാവിൻ്റെ ചുണ്ടനങ്ങുന്നതും നാവ് ചലിക്കുന്നതും കാത്ത് പണ്ഡിതന്മാർ അക്ഷമരായിരുന്നു. സ്വതസിദ്ധമായ പുഞ്ചിരിയോടും ഗർവും സമ്പുഷ്ടമായ സ്നേഹവായ്പോടും കൂടി രാജാധിപൻ സഭാവാസികളെ ആകമാനം വീക്ഷിച്ചു. ജിജ്ഞാസുക്കൾ ചകിതർ കൂട്ടത്തിൽ വിജയകാംക്ഷികളും അദ്ദേഹത്തിന് കൺകൂടിൽ കടന്നുപോയി. അറിവില്ലാത്തവർക്ക് അരങ്ങിൽ നുളിക്കാൻ ദാഹം, അറിവുള്ളവർക്ക് പ്രദർശിപ്പിക്കാനും എല്ലാറ്റിനും വിക്രമാദിത്യ സദസ്സിൽ അവസരം ഒരുക്കിയിട്ടുണ്ടല്ലോ. ആക്ഷേമ തൽപരം തൻ്റെ പണ്ഡിത സദസ്സിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ്, ബുദ്ധിശാലികളായ പണ്ഡിത ശ്രേഷ്ഠരെ, ഒരു ദീപം കത്തിജ്വലിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ വെളിച്ചം മറ്റ് ദീപങ്ങളിലേക്ക് പകരാൻ കഴിയൂ. ഈ മഹാസദസ്സിലെ പണ്ഡിതന്മാരെല്ലാം വിജ്ഞാനികളായിരിക്കണം. ആയതിലേക്ക് അവർ സ്വയം പഠിച്ചുകൊണ്ടേയിരിക്കണം. ഈ മഹൽ പഠനത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നാം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ശരി ഉത്തരം കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തി അളവറ്റതാണ്. പ്രിയരെ, നമുക്ക് വീണ്ടും വിവാദങ്ങളിലേക്ക് കടക്കാം. മഹാരാജാവ് പ്രകൃതിയെക്കുറിച്ച് ചോദിച്ചു, പ്രകൃതി ജീവികളെക്കുറിച്ച് ചോദിച്ചു, പ്രപഞ്ച മണ്ഡലങ്ങളെക്കുറിച്ച് ചോദിച്ചു, ഭൂസ്വർഗ പാതാളങ്ങളെക്കുറിച്ചും ദേവ അസുരന്മാരെക്കുറിച്ചും ചോദ്യങ്ങൾ എറിഞ്ഞു. ത്രിമൂർത്തികളെക്കുറിച്ച് ഭക്തിരസമായ പല ചോദ്യങ്ങളും ചോദിച്ചു. സിംഹാസനാരൂഢനായ മഹാരാജാവിൻ്റെ ശരവേഗേനയുള്ള ചോദ്യങ്ങൾക്ക് തുരുതുര ഉത്തരങ്ങൾ നൽകി. ശബ്ദായമാനമാക്കിയ പണ്ഡിതന്മാരുടെ ഭാവചലനങ്ങൾ കണ്ട് വിക്രമാദിത്യന് ഉള്ള മിളകി ചിരിച്ചു. കൂടെ പണ്ഡിതരും. ക്ഷണനേരം കൊണ്ട് മഹാരാജാവിൻ്റെ ചോദ്യങ്ങളുടെ അവനാഴിയിൽ നിന്നും ഒരു ശരം വലിച്ചെടുത്ത് പണ്ഡിത സദസ്സിലേക്ക് ആഞ്ഞെയ്തു. ഞൊടിയിടയിൽ പ്രപഞ്ച അന്ധകാരം സൃഷ്ടിക്കാനുള്ള വിദ്യ അറിയുന്നവർ ഈ സദസ്സിലാരുണ്ട്? ചോദ്യം കേട്ട് പണ്ഡിതരാകെ അന്ധാളിച്ചു. പട്ടാപ്പകൾ കൊട്ടാരത്തെ അന്ധകാരത്തിലാക്കുന്നതെങ്ങനെ? മായാജലം അറിയുന്നവർക്കല്ലേ അതിന് പറ്റൂ എന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. ഓരോ ന്യായങ്ങളും കൊണ്ട് മഹാരാജന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പണ്ഡിതന്മാരിൽ ചിലർ ഒരു ശ്രമം നടത്തി. മറ്റു ചിലർ തങ്ങളുടെ അജ്ഞത വെളിപ്പെടുത്തി അസാധ്യം അസാധ്യം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ മുറവിളി കൂട്ടി. പ്രപഞ്ചം ഇരുട്ടാക്കുകയോ പാപം എന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനി മറ്റൊരു കോണിൽ. എല്ലാം കണ്ടും കേട്ടുമിരുന്ന മഹാരാജാവ് പണ്ഡിത കുശലന്മാരുടെ വിവരക്കേടോർത്ത് ക്ഷുഭിതനായ ദീപ്തമായ ആ കണ്ണുകൾ ബുദ്ധിജീവികളിൽ ഓരോരുത്തരിലും ആഴ്ന്നിറങ്ങി. ഒടുവിൽ വരരുചിയുടെ ഊഴമെത്തി. വരരുചി തൻ്റെ 2 കണ്ണുകളും കൂട്ടി അടച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോൾ കനത്ത അന്ധകാരത്തിലാണ് തിരുമേനി. എന്താ ഹേ? വരരുചി ഒരു നിമിഷം കൊണ്ട് അന്ധകാരം സൃഷ്ടിച്ചെന്നു. മറ്റു പണ്ഡിതന്മാർ കാര്യം മനസ്സിലാകാതെ പരസ്പരം ചോദിച്ചുടനെ വരരുചി പണ്ഡിതന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും 2 കണ്ണുകളും കൂട്ടി അടയ്ക്കുവിൻ, എന്നിട്ട് മനസ്സുകൊണ്ട് ഇരുട്ട് സൃഷ്ടിക്കുവിൻ. ഇത് കേട്ട് അവിടെ കൂടിയിരുന്ന പണ്ഡിതന്മാരെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തി. വരരുചി രാജാവിനോട് പറഞ്ഞു, രാജാതിരാജനായ വിക്രമാദിത്യ തിരുവടികളുടെ പണ്ഡിത സദസ്സിൽ തിരുമേനി ബാലിശമായ ചോദ്യം ഉന്നയിച്ച് നിലവാരം താഴ്ത്തുന്നതിൽ ദുഃഖമുണ്ട്. അഗാധ പാണ്ഡിത്യം ആരാഞ്ഞുകൊണ്ടുള്ള ഉൽഫുല്ല തരംഗ ചോദ്യാവലികൾ നിരത്തി രാജസദസ്സിനെ അടിയറ പറയിക്കാൻ ശ്രമിച്ചു. ബുദ്ധിജീവികളുടെ സഭാഗൃഹം ഉണ്ടോ വഴങ്ങുന്നു. തോൽവി എന്തെന്നറിയാത്ത പണ്ഡിതന്മാർ ഗർവം വരുത്തി ശ്രദ്ധാലുക്കളായി അടുത്ത ചോദ്യത്തിന് കാതോർത്തു. ലോകത്തിലെ ആദ്യ ഇതിഹാസകാവ്യമേത്? രാമായണത്തിലെ പ്രധാന ശ്ലോകമേത്? പ്രധാന വാക്യമേത്? പിടർത്തിയിരുന്ന പണ്ഡിതന്മാർ ഇടിവെട്ടേറ്റ ഉരുകങ്ങളെപ്പോലെ നടുങ്ങി. ദീപ്ത മുഖ പങ്കജങ്ങളിൽ കാറൊളി പരന്നു. കാറ്റനക്കാത്ത ദീപനാളം പോലെ നിശ്ചലരായി. മേഘങ്ങൾ കാണാത്ത തിരമാലകൾ ഉൾക്കൊണ്ട സാഗര നിശബ്ദത അവിടെങ്ങും പ്രകടമായി. മഹാപണ്ഡിത സദസ്സിനെ ഞൊടിയിട കൊണ്ട് അടിയറ പണിയിച്ച് മഹാരാജ വിജയശ്രീ ലളിതനായ സിംഹാസനത്തിരുന്ന് ഊറിച്ചിരിച്ചു. സാലഭഞ്ജികകളുടെ പുഞ്ചിരിയിൽ നെഞ്ചുരുകിപ്പോയ പണ്ഡിതർ ഇരിപ്പിടം വിട്ടകലാൻ വ്യഗ്രത കാട്ടുന്നതുപോലെ തോന്നി.
കവാത്തുമറന്ന പടക്കുതിരയെപ്പോലെ തോറ്റു പിന്മാറാൻ കഴിയാതെ സദസ്സാകെ നിശബ്ദമായി. രാജാവ് ഓരോ പണ്ഡിതന്മാരോടുമായി ചോദ്യം ആവർത്തിച്ച് 24,000 ശ്ലോകങ്ങൾ കൊണ്ട് പടർന്നു പന്തലിച്ചു കിടക്കുന്ന ബൃഹത്തായ രാമായണത്തിലെ പ്രധാന കാവ്യം ഏതാണെന്ന് പറയുകയോ? അതെങ്ങനെയാവും? അപ്രധാനമായ ഒരു വരിയെങ്കിലും അതിലുണ്ടോ? കൈകേയിയുടെ വരം പ്രധാനമല്ലേ? ദശരഥന്റെ പുത്രശോകം അപ്രധാനമാകാൻ വഴിയില്ല. വനവാസത്തിനിറങ്ങുന്ന രാമലക്ഷ്മണ സീതാമാരുടെ യാത്രാമൊഴി പ്രധാനമല്ലേ? വൽക്കധാരിയായ സീതയെ കണ്ട് പൊട്ടിക്കരഞ്ഞ ദശരഥ മഹാരാജാവിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഉൾക്കൊണ്ട വരികൾ പ്രധാനം തന്നെയാണ്. മന്ദരയുടെ തന്ത്രത്തേക്കാൾ ആഴമേറിയതായിരുന്നില്ലേ കൗസല്യയുടെ വിഷാദ ചിന്തകൾ? 13 വർഷം വനവാസത്തിന് ജ്യേഷ്ഠനോടും ജ്യേഷ്ഠത്തിമയോടൊപ്പം പ്രാണനാഥൻ ലക്ഷ്മണൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വിരഹിണിയായ ഭാര്യ ഊർമിളയുടെ ചേതോവികാരങ്ങളെക്കാൾ പ്രധാനപ്പെട്ട വരി ഏതുണ്ട്? അതല്ല, ഭാരതവാക്യമാണ് പ്രധാനം. ചർച്ചകളാൽ ആവൃതമായ വിദ്വത് സദസ്സിൽ നിന്നും ഭിന്നാഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. പഞ്ചവടിയിലെ പ്രകൃതി ഭംഗിയെ സ്തുതിക്കുന്ന ഇതിഹാസകാരൻ പഞ്ചവടിയിലെ മനോഹാരിത വർണ്ണിക്കുന്ന അവാച്യ മധുരം തന്നെയാണ്. ബാലി, സുഗ്രീവ യുദ്ധം, ലക്ഷ്മണോപദേശം, രാവണ ചിന്ത, ഇതിലൊക്കെ പ്രധാന വാക്യങ്ങളില്ലേ? പണ്ഡിത സദസ് ചോദ്യങ്ങളും മറുചോദ്യങ്ങളും കൊണ്ട് ഇളകി മറിഞ്ഞു. ശരിയുത്തരം ഏതെന്ന് പറയാൻ കഴിയാതെ പണ്ഡിതന്മാർ കുഴങ്ങി. വിദ്വത് സദസ് വിയർത്തു നാറി വിഷണ്ണരായി അവർ തലപുകഞ്ഞാലോചിച്ചു. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇത്തരത്തിലൊരു ചോദ്യം ആരും തീരെ പ്രതീക്ഷിച്ചിരുന്നുമില്ല. രാജാവ് ഓരോരുത്തരുടെ ചോദ്യം ആവർത്തിച്ചു. രാമായണത്തിലെ എല്ലാ വാക്യങ്ങളും പ്രാധാന്യമുള്ളതാണെന്നായിരുന്നു അവിടെ കൂടിയിരുന്ന പണ്ഡിത മുഖ്യരുടെ അഭിപ്രായം. വിഡ്ഢിത്തം വിളമ്പിയ പണ്ഡിതന്മാരെ തഴഞ്ഞ ശേഷം രാജാവ് വരരുചിയോട് ചോദ്യം ആവർത്തിച്ചു. പണ്ഡിതരിൽ പണ്ഡിതനായ വരരുചിയെങ്കിലും ഉത്തരം പറയുമെന്ന് രാജാവ് കരുതി. വരരുചിയെക്കുറിച്ച് രാജാവിന് വലിയ ആത്മവിശ്വാസമായിരുന്നു. എന്നാൽ ആ ചോദ്യം അക്ഷരാർത്ഥത്തിൽ വരരുചിയെപ്പോലും ചുറ്റിച്ചു. പണ്ഡിതന്മാരോട് യോജിച്ചാൽ അതൊരു കീഴടങ്ങലാകും. മാത്രമല്ല, പ്രശ്നത്തിന് യുക്തമായ പരിഹാരവും ആവില്ല. വരരുചിയെങ്കിലും അതിനുത്തരം പറയണമെന്നായി രാജാവ്. എത്ര ആലോചിച്ചിട്ട് ഉചിതമായൊരു ഉത്തരം നൽകാൻ വരരുചിക്ക് കഴിഞ്ഞില്ല. അത് മനസ്സിലാക്കിയ മറ്റു പണ്ഡിതന്മാർ വരരുചിയെ പരിഹസിച്ചു തുടങ്ങി. ഗംഭീര ചോദ്യത്തിന് നെഞ്ചുരുകി കൊമ്പനായ വരരുചി അടിതെറ്റി വീണു. പറയട്ടെ വരരുചി തന്നെ പറയട്ടെ. മഹാപണ്ഡിതനല്ലേ? പീഠം അടുത്ത് തന്നെയാണല്ലോ. വീരശൃംഖലകൾ ഏറ്റുവാങ്ങിയതിന് കണക്കുണ്ടോ? കാറ്റുപോയ ബലൂൺ പോലെ വരരുചി ആകെ ചുരുങ്ങിപ്പോയി. ഉത്തരം അറിഞ്ഞുകൂടാത്ത ക്ഷതം, ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ വരരുചിയെ ചുറ്റി വരിഞ്ഞു. രാമായണത്തിലെ പ്രധാന വാക്യം ഏതാണ്? വരരുചി പറഞ്ഞാലും പ്രധാന ഉത്തരം കണ്ടെത്താൻ സമയം വേണം തിരുമേനി. മഹാപണ്ഡിതന്റെ പാണ്ഡിത്യം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. രാജസദസ്സിന് ഇങ്ങനെ ഒരു അപമാനമോ? വിക്രമാദിത്യന്റെ കണ്ണുകൾ ചുവന്നു. എന്ത്? നിലാവിന് കളങ്കമോ? വരരുചിക്ക് എന്താ ബുദ്ധിഭ്രമം സംഭവിച്ചതുപോലെ. സർവകലാവല്ലഭനായ വിക്രമാദിത്യരാജന്റെ പണ്ഡിത സദസ്സിലെ ഒരംഗമായ എനിക്ക് അരക്ഷണം കൊണ്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നില്ല അങ്ങ് ചോദിച്ചത്. രാമായണം മുഴുവനും കാണാപ്പാടമായ വരരുചിക്ക് രാമായണത്തിൻ്റെ ഹൃദയത്തുടിപ്പറഞ്ഞു കൂടുന്നു. അവിശ്വസനീയമായി തോന്നുന്നു. ചിന്തിച്ചും പഠിച്ചും തീരുമാനിക്കേണ്ട ഒരു വിഷയമാണിത്. വിഷയത്തിൻ്റെ കാഠിന്യത്തേക്കാൾ ഉത്തരത്തിൻ്റെ ലാളിത്യമാണ് മഹാരാജാവ് കാക്ഷിക്കുന്നത്. അതിനാൽ പ്രശ്നപരിഹാരത്തിന് അടിയന് അല്പസമയം വേണം. കൽപ്പിച്ചരുളിയാലും. എന്ത്? ഉത്തരത്തിനും കാലവിളംബമോ? മറ്റു പണ്ഡിതന്മാരെ രക്ഷിക്കാൻ വേണ്ടി വരരുചി വേഷം കെട്ടുകയാണോ? ശരി ഉത്തരം നൽകാൻ വരരുചി ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി ചുവന്നു. ഋഷിപുങ്കവന്റെ ശാപ പുറപ്പാടുപോലെ വിക്രമാദിത്യൻ്റെ ശരീരമാസകലം വിറകൊണ്ടു. വരരുചിയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്നെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന മഹാരാജാവ് കേവലം ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത കാരണത്താൽ ഇത്ര ക്ഷുഭിതനാകാൻ എന്തിരിക്കുന്നു? രാജന്റെ ചുണ്ടുകളിലും കണ്ണുകളിലും വരരുചി ദയനീയമായി നോക്കി. അദ്ദേഹം മഹാരാജനോട് കേണപേക്ഷിച്ചു. അടിയന് 41 ദിവസത്തെ സമയം വേണം. ഒരു വ്യവസ്ഥയിൽ മാത്രം അപേക്ഷ സ്വീകരിക്കാമെന്ന് രാജാവ് സമ്മതിച്ചു. അദ്ദേഹം നിമിഷനേരം ചിന്തയിലാണ്ടു. സദസ്സിൽ അപ്പോഴും തൻ്റെ സ്നേഹത്തിനും ബഹുമാനത്തിനും പാത്രീഭവിച്ചിട്ടുള്ള വരരുചിയാണ്. അതിനാൽ മഹാരാജാവിന് പ്രിയനായ വരരുചിയുടെ അപേക്ഷ അപ്പാളെ തള്ളിക്കളയാനായില്ല. അദ്ദേഹം അതിനൊരു ഉപാധി കണ്ടുപിടിച്ചു. വരരുചിയുടെ അപേക്ഷ നാം അനുവദിച്ചിരിക്കുന്നു. അടിയൻ്റെ ഭാഗ്യം. നിശ്ചിത ദിവസത്തിനകം ഉത്തരം കണ്ടെത്താൻ വരരുചിക്ക് കഴിയുമോ? രാജാവ് ചോദിച്ചു. നിശ്ചയമായും കഴിയും. 41 ദിവസത്തിനകം രാമായണത്തിൻ്റെ പ്രധാന വാക്യവും ശ്ലോകവും ഏതെന്ന് നമ്മെ ധരിപ്പിക്കാത്ത പക്ഷം വരരുചി എന്നേക്കുമായി പണ്ഡിതസദസ്സിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതായിരിക്കും. രാജകൽപ്പന കേട്ട വരരുചി ഒന്ന് പിടഞ്ഞു. ആ ശുദ്ധ ബ്രാഹ്മണൻ അടിമുടി വിറകൊണ്ടു. തളർന്നു വീഴുമോ എന്നുപോലും സംശയിച്ചു. സാമ്രാജ്യം നഷ്ടപ്പെട്ട ചക്രവർത്തിയെപ്പോലെ മുഖ്യസ്ഥാനം നഷ്ടപ്പെട്ട പണ്ഡിതനായ വരരുചി
ഒരു ജീവച്ഛവം പോലെ നിന്നു. നിലയുറയ്ക്കാത്ത പാദങ്ങൾ, ചലനമേൽക്കാത്ത കൈത്തലങ്ങൾ, രക്തസമ്മർദ്ദം നിലച്ച ധമനികൾ. രാജകൽപ്പന കേട്ട് പണ്ഡിതന്മാരുടെ ഉള്ളം കുളിർത്തു. ഒരു പൊതുശത്രുത പുറന്തള്ളപ്പെട്ട ചാരിതാർത്ഥ്യത്തോടെ മറ്റു പണ്ഡിതന്മാർ ആനന്ദനിലരായി. ആ ഭാവചലനങ്ങൾ മഹാരാജാന്റെ ഉൾക്കണ്ണിൽ പ്രതിഫലിച്ചു. രാജകൽപ്പന വരരുചിക്ക് തീവ്രമായ ഒരു ജീവിത ലക്ഷ്യമായി മാറി. പ്രാണൻ പണയപ്പെടുത്തിയും ഉത്തരം കണ്ടെത്താനുള്ള ഉൾത്തുടുപ്പോടെ തന്നെ പരിഹസിക്കുന്ന പണ്ഡിത സദസ്സിനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് വരരുചി പറഞ്ഞ, മഹാപണ്ഡിതന്മാരെ, ഞാൻ തൽക്കാലം വിട പറയുന്നു. തോറ്റു പിന്മറകയാണെന്ന് ധരിക്കേണ്ട. ജയിച്ചു മുന്നേറാനുള്ള കരുത്താർജിച്ച് തിരിച്ചു വരും. വരരുചിയുടെ പണ്ഡിതപീഠത്തിൽ കണ്ണും നട്ടിരിക്കുന്നവർ നിരാശരാകേണ്ടി വരും. പരിഹാസം പണ്ഡിതന്മാർക്ക് ഭൂഷണമല്ല. പാവനമായ സദസ്സിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വിട പറയുന്നു. ഈ അസ്ഥിര ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ 41 ദിവസത്തിനകം ഞാൻ മടങ്ങിയെത്തും. പുറപ്പെടാൻ തുടങ്ങുന്ന വരരുചിയോട് വിക്രമാദിത്യൻ ചോദിച്ചു, ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണോ? ആ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതേ തിരുമേനി എന്ന് പറഞ്ഞ് മഹാരാജാവിന്റെ തൃപ്പാദങ്ങൾ തൊട്ടുവണങ്ങിയ വരരുചി കൊട്ടാരം വിട്ടിറങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സ് ദുഃഖപൂർണമായിരുന്നു. ഇന്നലെയോളം തനിക്ക് വിക്രമാദിത്യ സദസ്സിലുണ്ടായിരുന്ന അംഗീകാരം ഒരു നിമിഷം കൊണ്ട് നഷ്ടമായിരിക്കുന്നു. ഈ നഷ്ടം ഇനി നികത്താനാകുമോ? അതിന് കഴിഞ്ഞില്ലെങ്കിൽ രാജസദസ്സിൽ തനിക്കിനി സ്ഥാനമില്ല. ശത്രുക്കൾ കൈകൊട്ടിച്ചിരിക്കും. വിധിയുടെ വൈപരീത്യത്തിൽ ദുഃഖിതനായ വരരുചി നീറുന്ന ചിന്തകളോടെ നിലതെറ്റിയ പാദങ്ങൾ നീട്ടിവെച്ച് നടന്നു. ജീർണത മുറ്റി നിന്ന ഇല്ലത്തിന്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ അദ്ദേഹമാകെ തളർന്നുപോയി. എങ്ങും ശൂന്യത മാത്രം. ഇരവും പകലും അവിശ്രമം നേടിയെടുത്ത പാണ്ഡിത്യം നിമിഷം കൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. രാജാവിന് തന്നോടുണ്ടായിരുന്ന വാത്സല്യം, പ്രതിബദ്ധതാ ബോധം, എല്ലാറ്റിലും ഉപരി വിശ്വാസം നിമിഷങ്ങൾ കൊണ്ട് തകർന്നിരിക്കുന്നു. ഇതൊരു വലിയ വീഴ്ചയാണ്. ഈ ആഘാതഗർത്തത്തിൽ നിന്നും കരകയറുവാൻ ഇനി എത്ര നാൾ പരിശ്രമിക്കണം? ആ രാത്രി വരരുചി ഉറങ്ങിയില്ല. രാമായണം എടുത്ത് പല ഉരു വായിച്ചു നോക്കി. മർമ്മപ്രധാനമായ പദ്യമേത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വിവരമുള്ളവരോട് ചോദിച്ചറിയുക തന്നെ. അദ്ദേഹം തൻ്റെ ഭാണ്ഡവും ചുമലേറ്റി വീട് വിട്ടിറങ്ങി. പട്ടണം ചുറ്റി, നാട്ടിൻപുറങ്ങൾ ചുറ്റിക്കറങ്ങി. കാടും വീടും നഗരവും തൻ്റെ സഞ്ചാര കേന്ദ്രങ്ങളാക്കി. കണ്ട ആശ്രമങ്ങളെല്ലാം കയറി ഇറങ്ങി. കണ്ണിൽ കണ്ട പണ്ഡിതന്മാരോടെല്ലാം തിരക്കി. രാമായണം തന്നെ. എല്ലാ പദ്യവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. തൻ്റെ ഉച്ചക്കിറുക്കിന് ഉത്തരം നൽകാൻ ഞങ്ങളെ കൊണ്ടാവില്ല. പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള പ്രതികരണം കേട്ട് വരരുചി നിരാശനായി. അദ്ദേഹം വീണ്ടും തൻ്റെ യാത്ര തുടർന്നു. പല പണ്ഡിതന്മാരെ സമീപിച്ചു. അവരിൽ നിന്നും ശരിയായ ഉത്തരം കിട്ടാതെ വരികയാൽ വരരുചി ദുഃഖിച്ചു. കൊട്ടാരത്തിൽ സർവലാരം ആരാധിക്കപ്പെട്ട തനിക്ക് ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് പറയുന്നത് തന്നെ അപമാനമാണ്. കൊട്ടാരത്തിൽ ഇന്നോളം ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട ആരാധ്യരായ മഹത്തുക്കൾക്ക് ദുഷ്കീർത്തിയേക്കാൾ വലിയ മരണമുണ്ടോ? ഒരു നിസ്സാര ചോദ്യ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത താൻ ഒരു പണ്ഡിതനാണെന്ന് അഭിമാനിച്ചിട്ട് എന്ത് കാര്യം? ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെ. എവിടെയെങ്കിലും പോയി ജീവനെടുക്കാൻ തന്നെ വരരുചി തീരുമാനിച്ചു. ആഹാരവും വിശ്രമവും വെടിഞ്ഞ് ആ സാധു ബ്രാഹ്മണൻ നടന്നലഞ്ഞു. കൊട്ടാരം വിട്ടിറങ്ങിയിട്ട് അന്നേക്ക് 39 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അങ്ങകലെ തുടിക്കുന്ന ഓളങ്ങളെ കണ്ട് രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരു ബോട്ട് സഞ്ചാരിയെപ്പോലെ ചിന്തയുടെ പുകമറയിലൂടെ വരരുചി എന്ന പണ്ഡിതൻ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള പ്രയാണം ആരംഭിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അടുത്തത് മുത്തശ്ശിയുടെ വരദാനം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.